IMCയുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഏറ്റവും ലളിതമായ രീതിയിൽ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. അതിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി IMCയിൽ ജോയിൻ ചെയ്യുന്നത് വെറും ഒരു പാൻ നമ്പറിന്റെ ബലത്തിലാണ്. ഒരു പാൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. പാൻ കാർഡ് പോലും വേണ്ട, നമ്പർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് ഒരാൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. ആവശ്യം ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി അദ്ദേഹത്തിന് ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറായിട്ട് തുടങ്ങാം. അങ്ങനെ വാങ്ങി 2500 പേഴ്സണൽ BV കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ബിസിനസ് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ 2500 പേഴ്സണൽ BV ഒരു ഒറ്റ ബില്ലിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. എപ്പോഴാണോ അദ്ദേഹത്തിന് 2500 പേഴ്സണൽ BV കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനുശേഷം അദ്ദേഹം നേരെ 10% പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. 2501 BV മുതൽ അദ്ദേഹം 10% വരുന്നു. കൂട്ടിച്ചേർക്കപ്പെടുന്ന രീതിയിൽ എല്ലാ മാസവും 1 എന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്ന രീതിയിലായതുകൊണ്ട് ഒരു BV പോലും വേസ്റ്റ് ആകുന്നില്ല. അദ്ദേഹത്തിന്റെ ഉപയോഗിച്ച് കഴിഞ്ഞ ഉൽപ്പന്നങ്ങളുടെ BV പോലും അദ്ദേഹത്തെ ഈ യാത്രയിൽ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന രീതിയിൽ എപ്പോഴാണോ 10,000 എത്തുന്നത് അപ്പോൾ അദ്ദേഹം 20%കാരനായി. എപ്പോഴാണോ പിന്നീട് ഒരു 30,000 കൂടി ചേർന്ന് 40,000 എത്തുന്നത്, അദ്ദേഹം 25%കാരനായി. പിന്നീട് എപ്പോഴാണോ ഒരു 30,000 കൂടി ചേർന്ന് 70,000 എത്തുന്നത്, അദ്ദേഹം 30% എത്തുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് 30% വരെ ഉയരുന്നു. ഇതിന്റെ പ്രയോജനം എന്താണ്? ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ്? മറ്റു പല കമ്പനികളിലും എല്ലാ മാസവും 0-ൽ നിന്ന് തുടങ്ങുമ്പോൾ പലപ്പോഴും പ്രവർത്തിച്ച് കഴിഞ്ഞ BVയുടെ ഇമ്പാക്റ്റ് അവിടെ ഇല്ല. മാത്രമല്ല, സ്വന്തമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഏത് പെർസെൻറ്റേജിലാണോ നിൽക്കുന്നത് ആ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടുള്ള തുകയാണ് അക്കൗണ്ടിൽ വരുന്നത്. അതായത് മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഒരു നല്ല ഭാഗം കസ്റ്റമർക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ സജ്ജീകരണം. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു കാര്യമല്ല. ഒരു വ്യക്തി സ്വന്തമായി ഉൽപ്പന്നങ്ങൾ വാങ്ങി തന്നെ ഈ ലാഡറുകൾ കടന്നു പോകുമ്പോൾ ഒടുവിൽ 30% വരുന്ന ഒരു സമയത്ത് സ്വന്തമായി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ BVയുടെ 30% അക്കൗണ്ടിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. മറ്റ് പല കമ്പനികളിലും അത് സംഭവിക്കുന്നില്ല. കാരണം വ്യക്തിപരമായി തന്നെ 30% എത്തുന്ന കമ്പനികൾ ഇല്ലെന്ന് തന്നെ പറയാൻ വേണ്ടിയത്. അപ്പം ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. ഈ സമയത്ത് ഒരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം കടന്നു വരുന്ന 0-ലാണെങ്കിൽ ഈ ഗ്യാപ്പാണ് ലഭ്യമാകുന്നത്. 10% നിൽക്കുന്ന സമയത്ത് ഒരാളെ സ്പോൺസർ ചെയ്താൽ 10% അദ്ദേഹം വാങ്ങിക്കുന്ന BVയുടെ ലഭ്യമാകുന്നു. 20%-ലാണ് നിൽക്കുന്ന സമയത്താണ് പുതിയ ആളെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് 20% ഗ്യാപ്പ് കമ്മീഷൻ ലഭിക്കുന്നു. ഇത് 25-ൽ നിൽക്കുമ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ 25%, 30-ൽ നിൽക്കുമ്പോൾ 30% ഗ്യാപ്പ് കമ്മീഷൻ ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ 30% വരെയുള്ള അക്യുമുലേഷൻ പ്ലാൻ വഴി ഉണ്ടാകുന്നത്. ഇതിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്പോൺസർ ചെയ്യുന്നതിന് 30% ആണ് സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 2500 പേഴ്സണൽ BVയിൽ ഒരു സ്പോൺസറിങ് നടക്കുകയാണെങ്കിൽ 30% ആയ 750 രൂപ സ്പോൺസർ ചെയ്യുന്ന ഒരാൾക്ക് ലഭ്യമാകുകയാണ്. കൂടാതെ ആ ടീമിലെ ആരാണോ സൂപ്പർ സ്റ്റാർ, ആ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണോ, അദ്ദേഹത്തിന് 20%, അതായത് ടീമിൽ നടക്കുന്ന സ്പോൺസറിങ്ങിന്റെ ഭാഗമായിട്ടുള്ള 20% ടീം ക്യാപ്റ്റനാണ് പോകുന്നത്. ആ ടീം ക്യാപ്റ്റനാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിലോ 30% പ്ലസ് 20% 50% അദ്ദേഹത്തിന് കിട്ടുകയാണ്. അപ്പോൾ തുടക്കം തന്നെ നല്ലൊരു വരുമാനത്തിൽ തുടങ്ങാൻ ആവശ്യമായ ഒരു നല്ല ജോലി എന്ന പോലെ തുടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഇവിടെയുണ്ട്. കാരണം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് ഏത് ഉൽപ്പന്നമാണ് 100 BVയുടെ ഉൽപ്പന്നം വാങ്ങിയാലും ഈ പറയുന്ന 30%-വും 20% ലഭ്യമാകുമ്പോൾ തുടക്കം തന്നെ നല്ലൊരു വരുമാനത്തിൽ തുടങ്ങാൻ കഴിയുന്നു. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ ഒരു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ വേണമെങ്കിൽ ബൈനറിയിൽ പ്രവർത്തിക്കാം. 2 ലെഗുകളിൽ പ്രവർത്തിച്ച് എല്ലാ റാങ്കുകളും അച്ചീവ് ചെയ്യാം ഈ കമ്പനിയുടെ. അതുപോലെ വേണമെങ്കിൽ 5 ലെഗുകളിൽ പ്രവർത്തിച്ച് എല്ലാ റാങ്കുകളും അച്ചീവ് ചെയ്യാം. അല്ലെങ്കിൽ 16 ലെഗുകളിൽ പ്രവർത്തിച്ച് എല്ലാ റാങ്കുകളും അച്ചീവ് ചെയ്യാം. കൂടാതെ എത്ര ലെഗുകൾ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ആ ഫ്ലെക്സിബിലിറ്റി ഉള്ള എല്ലാം, ബൈനറി ഉണ്ടെങ്കിൽ ബൈനറിയിലൂടെ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോവാം, അല്ല 5 ലെഗുകളിലൂടെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോവാം, 16 ലെഗിലാണെങ്കിൽ അങ്ങനെ പോവാം, അൺലിമിറ്റഡ് ലെഗിലൂടെ പോകണമെങ്കിൽ അങ്ങനെ പോവാം. അങ്ങനെയുള്ള എല്ലാ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പ്ലാനാണ്. ഒരു ടിപ്പിക്കൽ ബൈനറിയുമായിട്ട് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ബൈനറി ഇത് ഇതിങ്ങനെ നീണ്ടു കിടക്കാണെന്ന് ഇരിക്കട്ടെ. ഇവിടെ ഒരു 10 ലക്ഷം BVയും ഇവിടെ ഒരു 50,000 BVയും അല്ലെങ്കിൽ വേണ്ട 1 ലക്ഷം BVയും ആണെന്നിരിക്കട്ടെ. ഈ 1 ലക്ഷം 10 ലക്ഷം ആണെങ്കിൽ സാധാരണഗതിയിൽ ബൈനറി സിസ്റ്റം അനുസരിച്ച് 1 ലക്ഷവും ഇവിടെ വരുന്ന 1 ലക്ഷവും മാച്ച് ചെയ്തുകൊണ്ട് അതിന്റെ 10% അല്ലെങ്കിൽ 20% വയ്ക്കാം. അതായത് ഒരു 10,000 രൂപ മുതൽ 20,000 രൂപ വരെ മാത്രമാണ് വരുമാനം കിട്ടുക. കാരണം ബാക്കി ഒന്നിനും വരുമാനം കമ്പനിക്ക് കൊടുക്കേണ്ട. ഹ്യൂജ് പ്രോഫിറ്റ് ആണ് കമ്പനികൾക്ക് ഉണ്ടാവുക. പ്രവർത്തകർക്ക് ഇത് മുഴുവൻ അദ്ദേഹത്തിന്റെ തന്നെ ബിസിനസ് ആണെങ്കിലും ആകെ കിട്ടുന്നത് 10,000 20,000 ആണ്. മൊത്തം ബിസിനസ് എത്ര വന്നു? 10 + 1 11 ലക്ഷത്തിന് അദ്ദേഹത്തിന് കിട്ടുന്ന 10,000 20,000 രൂപയാണ്.
ഇവിടെ ആ 11 ലക്ഷത്തിന്റെ 10% കിട്ടുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, 1 ലക്ഷത്തിൽ പരമാണ്. ഈ ഇത്ര ഡിഫറൻസ് ആണ് ഈ പറയുന്ന ടിപ്പിക്കൽ ബൈനറി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി ഒരാൾക്ക് 1 ലക്ഷം രൂപ പെർ മന്ത് കിട്ടണമെങ്കിൽ ഈ ഏതാണ്ട് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. കാരണം മുഴുവൻ പറയാനുള്ള സമയമില്ല. ഏറ്റവും ചുരുങ്ങിയ സമയത്തുള്ള ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയാണ് എൻ്റെ ധർമ്മം. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കരുതുക, നിങ്ങൾക്കൊരു 5 ലെഗ് ഉണ്ടെന്ന് കരുതുക. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിയ കുറച്ച് പേര് ഇവിടെ ഉണ്ട്, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിയ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഷേപ്പ് പ്രശ്നമല്ല, അതിന്റെ സ്ട്രക്ചർ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഇവിടെ ഒരു 50,000, ഇവിടെ ഒരു 50,000, 50,000, 50,000, 50,000, അങ്ങനെ 50,000 BV. ഒരു BV എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 രൂപ 50 പൈസയാണ്, 2.5 rupees. അതിലൊരു BV ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ സ്ട്രക്ചറിൽ നിങ്ങൾ തന്നെ സ്പോൺസർ ചെയ്ത് അനവധി പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ സ്പോൺസർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് ഏത് ഡെപ്തിലിട്ടാലും ഈ ഗ്യാപ് കമ്മീഷൻ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഏത് ഡെപ്തിലേക്ക് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്താലും സ്പോൺസറിങ് കമ്മീഷൻ അല്ലെങ്കിൽ ഗ്യാപ് കമ്മീഷൻ എന്ന് പറയുന്നത്, ഗ്യാപ് കമ്മീഷൻ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. സ്പോൺസർ ചെയ്യുന്നതിന്റെ പണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 30% ആൻഡ് 20%. ഗ്യാപ് കമ്മീഷൻ എന്ന് പറയുന്നത് പുതിയൊരാൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ലെവലാണോ ആ ഗ്യാപ്പാണ്. ഇവിടെ നോക്കൂ, ഈ 30% ഒരാളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ 33% മാറും. മറ്റൊരാളെ കൂടെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ 36% മാറും. മൂന്നാമതൊരാളെ സൃഷ്ടിക്കപ്പെടുമ്പോൾ 39% മാറും. നാലാമതൊരാളെ സൃഷ്ടിക്കുമ്പോൾ 42% മാറും. അഞ്ചാമതൊരാളെ സൃഷ്ടിക്കുമ്പോൾ 45% നിങ്ങൾ മാറും. പിന്നീട് ഗ്രോത്ത് അനുസരിച്ച് 45, 46, 46, 47 ഒരു വ്യക്തിക്ക് 47% വരെ പേഴ്സണൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഏക കമ്പനിയാണ് IMC. അപ്പോൾ ഒരു പുതിയ ആൾ ജോയിൻ ചെയ്താൽ ഗ്യാപ് കമ്മീഷൻ മാത്രം 47% വരെ വരുന്ന ഒരു ലെവലാണ് അതെന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ സ്പോൺസർ ചെയ്യുന്നതിന്റെ 30% നമ്മളാണ്. അതിനിടയിൽ മറ്റ് ക്യാപ്റ്റൻസോ അല്ലെങ്കിൽ ലീഡേഴ്സോ ഇല്ലെങ്കിൽ ആ 20%, ചുരുക്കത്തിൽ 97% വരെയൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് ഈ പറയുന്ന ഗ്യാപ് കമ്മീഷൻ കൊണ്ട് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറിൽ നിരവധി പേരെ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഈ ഗ്യാപ് കമ്മീഷൻ മാത്രം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ടാവും ഈ ചെറിയ സ്ട്രക്ചർ വെച്ചുകൊണ്ട്. മാത്രമല്ല റാങ്ക് പേ, നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ആക്ച്വലി 5 ലെഗുകളിൽ 50,000 വീതം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അംബാസഡർ റാങ്കിലാണ് വരിക. അംബാസഡർ എന്ന് വിളിക്കുന്ന റാങ്ക്. ഈ റാങ്ക് ഉൾക്കൊള്ളുന്ന മറ്റു റാങ്കുകളുണ്ട്. അപ്പൊ അംബാസഡർ റാങ്കിന്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നു. ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു ശതമാനം എടുത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് തരുന്ന ഒരു കാര്യമാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ട് താഴെയുള്ള ചെയർമാൻ റാങ്കിലുള്ള വരുമാനം കിട്ടുന്നു. അതിന് തൊട്ട് താഴെയുള്ള ഡയമണ്ട് റാങ്കിലെ വരുമാനം കിട്ടുന്നു. അതിന്റെ തൊട്ട് താഴെ റൂബി റാങ്കിലെ വരുമാനം കിട്ടുന്നു. അതിന്റെ തൊട്ട് താഴെയുള്ള ഗോൾഡ് റാങ്കിലെ വരുമാനം കിട്ടുന്നു. അതിന്റെ തൊട്ട് താഴെയുള്ള സിൽവർ റാങ്കിലെ വരുമാനം കിട്ടുന്നു. ആലോചിച്ച് നോക്കൂ, ഇത്രയും റാങ്ക് പേ സെയിം വോളിയത്തിന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഗ്യാപ് കമ്മീഷൻ കിട്ടി, നിങ്ങൾ സ്പോൺസർ ചെയ്തതിന്റെ ആ കമ്മീഷൻ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ മാസവും കിട്ടുന്നുണ്ട്. കൂടാതെ ഗ്യാപ് കമ്മീഷൻ കിട്ടുന്നു, റാങ്ക് പേ ഇത്രയും റാങ്കുകളുടെ പേ കിട്ടുന്നു. കൂടാതെ ലീഡർഷിപ്പ് താഴെ ഒരു സിൽവർ വരുമ്പോൾ 50,000 എന്ന് പറഞ്ഞാൽ സിൽവർ വന്നിരിക്കും. ഒരു സിൽവർ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലീഡർഷിപ്പ് ബോണസ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 30% എത്തിയാളെ സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. 5 സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചെയർമാൻ റാങ്കിലെത്തി. ചുരുക്കത്തിൽ ലീഡർഷിപ്പ് കമ്മീഷൻ കിട്ടുന്നു. 45,000 ബിസിനസ് വോളിയം ഒരു ലെഗ് കിടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം സീനിയർ ലീഡർഷിപ്പ് കിട്ടുന്നു. 50,000 ഉള്ള ഒരു 5 ലെഗുകൾ വരുമ്പോഴേക്കും നിങ്ങൾക്ക് റോയൽ ആനുവൽ ബോണസ് കിട്ടുന്നു. ചുരുക്കത്തിൽ ഇത്രയധികം ബോണസുകൾ നിങ്ങൾക്ക് ഈ ചെറിയ ഒരു വോളിയത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെയാണ് 1 ലക്ഷം എന്ന് പറയുന്ന പെർ മന്ത് ഇൻകം വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തിച്ചേരാവുന്ന ഒന്നാം തരം ഓപ്പർച്യൂണിറ്റി ആയിട്ട് IMC മാറുന്നത്. കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങളുടെ ലീഡേഴ്സിനെ ബന്ധപ്പെടുക.